وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, അതിനായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്, വിശുദ്ധ ഖുർആനിലെ 95-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അഥവാ സൂറത്തുത്തീൻ. സൂറത്തുത്തീനിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. ആകെ 8 ആയത്തുകൾ. മക്കയിലാണ് സൂറത്തുത്തീനും അവതരിച്ചിട്ടുള്ളത്. അത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിമരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആയത്തിൽ ആദ്യ വചനത്തിൽ തന്നെ അത്തി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സൂറത്തിന് സൂറത്തുത്തീൻ എന്ന പേര് വരാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിലെ 95-ാമത്തെ ആയത്തിൽ 4 കാര്യമാണ് സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത്. 4 കാര്യത്തെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. 1-ാമത്തേത് അത്തിയാണ്, 2-ാമത്തേത് ഒലീവാണ്, 3 സീനാ പർവ്വതം, 4 മക്കാ രാജ്യം. ഈ 4 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് വളരെ പ്രധാനമായ, ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ 4 കാര്യങ്ങളെ സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. പഠിക്കുക, പകർത്തുക, ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അതിൻ്റെ ആയത്തുകളുടെ അർത്ഥം പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാം. വത്തീനി വസ്സൈത്തൂൻ. വത്തീനി അത്തി തന്നെയാണ് സത്യം, അത്തിമരം തന്നെയാണ് സത്യം. വസ്സൈത്തൂൻ ഒലീവ് തന്നെയാണ് സത്യം. അത്തിയും ഒലീവും തന്നെയാണ് സത്യം. സൈത്തൂൻ സൈത്തെണ്ണ, ഒലീവ് തന്നെയാണ് സത്യം. അടുത്തത് വതൂരി സീനീൻ. സീനാ പർവ്വതം തന്നെയാണ് സത്യം. സീനാ പർവ്വതം തന്നെയാണ് സത്യം. വഅഖ്സമ ബിജബലി സൈനാഅ അല്ലദീ നാജാ ഇൻദഹു നബിയഹു മൂസ അലൈഹിസ്സലാം. തൂരി സീന എന്ന് പറഞ്ഞത് സീനാ പർവ്വതത്തെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു. കാരണം അവിടെ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സംസാരിച്ച സ്ഥലമാണല്ലോ, നമുക്കറിയാം.
ആ തൂരി സീന തന്നെയാണ് സത്യം. അപ്പൊ 3 സത്യങ്ങളായി. 4-മത്തെ സത്യം വഹാദൽ ബലദിൽ അമീൻ. ഹാദാ ഇത്, അൽ ബലദ് ബലദ് നാട്, രാജ്യം, അൽ അമീൻ നിർഭയത്വമുള്ള നാട് തന്നെയാണ് സത്യം, വിശ്വസ്തമായ നാട് തന്നെയാണ് സത്യം. ഇങ്ങനെ 4 സത്യം അല്ലാഹു തആല പറയുന്നു. വഹാദൽ ബലദിൽ അമീൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, വഅഖ്സമ ബിമക്കത്തിൽ ബലദിൽ ഹറാമി അല്ലദീ യഅ്മനു മൻ ദഖല ഫീഹി അല്ലദീ ബുഇസ ഫീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവേശിക്കുന്നവർ ഏറെ വിശ്വസ്തയോടുകൂടെ നിർഭയമാകുന്ന പരിശുദ്ധമായ നാടായ മക്കയെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത് മക്കയിലാണ്, നമുക്കറിയാം. ഈ മക്കയെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തു. ഇങ്ങനെ 4 സത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് തീർച്ചയായും ഖലഖന നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരെ? അൽ ഇൻസാന മനുഷ്യനെ. ലഖദ് ഖലഖനൽ ഇൻസാന തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ അഹ്സൻ ഏറ്റവും നല്ലതിൽ. തഖ്വീം എന്ന് പറഞ്ഞാൽ നല്ല ചൊവ്വാക്കൽ, നല്ല രൂപപ്പെടുത്തൽ, നല്ല ഘടനയോടുകൂടി എന്നൊക്കെയാണ് തഖ്വീമിന്റെ അർത്ഥം. ഫി അഹ്സനി തഖ്വീം ഏറ്റവും നല്ല ഘടനയോടുകൂടി തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നാൽക്കാലി മൃഗങ്ങളെ പോലെയല്ല, മറ്റേതെങ്കിലും സൃഷ്ടികളെ പോലെയല്ല. ഏറ്റവും നല്ല കാഴ്ചയും ഏറ്റവും നല്ല ബുദ്ധിശക്തിയും സൗന്ദര്യവും എല്ലാം നൽകിയിട്ടാണ്, എല്ലാം പാകപ്പെടുത്തിയിട്ടാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും മറ്റു ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് മാത്രമല്ല, നമ്മളാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളത്. എല്ലാവരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമരാണ്, ഉത്കൃഷ്ടരാണ്. വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യരായ ആളുകളെ, ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രയോ അപാരമായിരിക്കുന്ന ശക്തിയും അപാരമായിരിക്കുന്ന കഴിവും എല്ലാമുള്ള വമ്പിച്ച വലിയ വസ്തുവിനെ പോലും അതിനെ കീഴൊതുക്കുവാനും അതിനെ അടക്കി ഭരിക്കുവാനും അതിനുള്ള പക്വതയും ബുദ്ധിയും എല്ലാം അല്ലാഹു തആല മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അല്ലെ? ആനയെ പോലെയുള്ള വലിയ ജീവികൾ, ഒന്ന് അനങ്ങിയാൽ തെറിച്ചു പോകാൻ പറ്റാവുന്ന വളരെ നിസാരനായ ഒരു ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ വലിയ ജീവികളെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അതാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും, ഒരർത്ഥത്തിൽ മാത്രമല്ല, ശാരീരികമായും മാനസികമായും ആത്മീയമായും എല്ലാം മനുഷ്യൻ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ നിലക്ക് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ മനുഷ്യന്റെ ഏതാവശ്യം നിർവഹിക്കാൻ അവന് യാതൊരു വിഷമവും നേരിടാത്ത വിധത്തിൽ നിവർന്നു നിൽക്കുന്ന ആകാരവും അവയവങ്ങളുടെ പരസ്പര ബന്ധവും സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയുമുള്ള ഒരു ന്യൂനതയും ഒരാൾക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഘടനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും നൽകിയത്. നമ്മെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കണ്ണോ, നമ്മുടെ മൂക്ക്, നമ്മുടെ കൈ വിരലുകൾ, അതേപോലെ നമ്മുടെ ശരീരത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ഓരോ ഘടനകളും ഓരോ അവയവങ്ങളും അതിൻ്റെ സ്ഥാനം ഒന്ന് മാറിയാൽ, അതിൻ്റെ സ്ഥാനം ഒന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ ഒന്ന് ഊഹിക്കുക. അങ്ങനെ ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ?
ചെറിയ വൈകല്യമുള്ള ആളുകൾ. അല്ലാഹു തആല പറയുന്നത്, മനുഷ്യരെ നിങ്ങളെ ഏറ്റവും നല്ല ഘടനയോട് കൂടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയാണ്, എന്ത്? സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അധമനാക്കി അല്ലാഹു തരം താഴ്ത്തുകയും ചെയ്യും മനുഷ്യനെ. അതാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. എന്നാൽ പിന്നീട് അവനെ നാം അധമനാക്കി തീർത്തു. അവനെ നാം അധമന്മാരിൽ ഏറ്റവും വലിയ അധമനാക്കി മാറ്റി, ഏറ്റവും വലിയ താണവനാക്കി മാറ്റി ആ മനുഷ്യനെ എന്നാണ് അല്ലാഹു പറയുന്നത്. ആരെയാണത്? അല്ലാഹു എല്ലാ സൗകര്യങ്ങളും നൽകി, ബുദ്ധിശക്തിയും ചിന്താശക്തിയും മറ്റുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള പവറും കഴിവും എല്ലാം അല്ലാഹു ആകുന്ന ഞാൻ നൽകിയിട്ട് യഥാർത്ഥമായ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലാഹു ആകുന്ന എന്റെ കൽപ്പന സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ മനുഷ്യനെ ഞാൻ ഏറ്റവും വലിയ താണവരാക്കി അവനെ ഞാൻ മാറ്റും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് അവനെ നാം അധമന്മാരിൽ അധമനാക്കി. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. എന്താണ് അല്ലാഹു പറഞ്ഞത്? 5-ാമത്തെ ആയത്തിൽ വിശ്വാസത്തിലേക്കോ സൽക്കർമ്മത്തിലേക്കോ തിരിഞ്ഞു നോക്കാത്ത, വിശ്വാസികളും സൽക്കർമ്മികളും അല്ലാത്ത ധിക്കാരികളും തോന്നിവാസികളുമായി ലോകത്ത് ജീവിച്ച ആളുകളെ ഏറ്റവും താണവരാക്കി ഞാൻ മാറ്റും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. തുടർന്ന് അല്ലാഹു തആല ഒരു സന്തോഷ വാർത്ത, എല്ലാവരെയും അങ്ങനെ ആക്കൂല, എല്ലാവരെയും അങ്ങനെ ആക്കുകയില്ല. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ലല്ലദീന, ഒരു വിഭാഗം ആളുകൾ ഒഴികെ, ഒരു കൂട്ടരൊഴികെ. എങ്ങനെയുള്ള ആളുകളാണ് അവർ? ആമനു, അവര് വിശ്വസിച്ചിരിക്കുന്നു. വഅമിലുസ്സാലിഹാതി, സ്വാലിഹായ കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. അവ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്ത ആളുകൾ അധമന്മാരിൽ അധമനാകുകയില്ല, താണവരിൽ താണവരാക്കിയവനെ മാറ്റുകയില്ല. ആരെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ. നമ്മൾ പെടേണ്ടത് അതിലാണ്. വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും മരണാനന്തര ജീവിതത്തിലും പരലോകത്തിലും എല്ലാം നമ്മൾ ഓരോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിശ്വാസം, ഒരു കാര്യത്തിലും ഒരു സംശയവുമില്ലാതെ അള്ളാഹും റസൂലും പറഞ്ഞതിൽ 100% ഒരു സംശയത്തിന്റെ കടുകുമണി പോലും ഇല്ലാത്ത വിധം വിശ്വസിക്കുക. രണ്ടാമത്തേത് വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ച പ്രമാണങ്ങളിലുള്ള കർമ്മങ്ങൾ, അതാണ് സ്വാലിഹായ കർമ്മം. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ യുക്തിയിലും നല്ലതല്ലേ എന്ന് പറയുന്ന കാര്യമല്ല, മറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച പ്രമാണങ്ങളിലുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ ആര് ചെയ്തുവോ അവർക്ക് ഫലഹും, അപ്പോൾ അവർക്കുണ്ട്, ഫലഹും എന്നാൽ അവർക്ക് ഉണ്ടായിരിക്കും, അജ്ർ കൂലി, പ്രതിഫലം, ഗൈറു മംനൂൻ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്ക് ഉണ്ടായിരിക്കും. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഈ ആയത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നല്ല കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ചെറിയ സൂറത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ വിശ്വാസവും അള്ളാഹും റസൂലും പഠിപ്പിച്ച സൽക്കർമ്മങ്ങളും സ്വീകരിക്കാത്തവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദ്യവുമായിരിക്കും, വളരെ മോശമായിരിക്കുന്ന പ്രതിഫലമായിരിക്കും അത്തരം ആളുകൾക്ക് നാളെ പരലോകത്ത് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് നല്ല വിശ്വാസികളാണ്, അള്ളാഹും റസൂലും പഠിപ്പിച്ച സൽക്കർമ്മങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുന്നുണ്ട്, ഹറാമുകളിലേക്ക് പോകുന്നില്ല, കാണുന്നില്ല, സമ്പാദിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ്, വിശ്വാസികളാണ്, സൽക്കർമ്മികളാണ്. അവർക്ക് ഏറ്റവും ഉന്നതമായ പദവിയാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഏറ്റവും ഉത്കൃഷ്ടരായിരിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ,
ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. അതേതാണ്? അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലുള്ള അനുഭൂതികളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മഹനീയമായ, നമ്മുടെ കാതുകൊണ്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ മനസ്സിൽ പോലും ഉദിച്ചു വന്നിട്ടില്ലാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ എന്റെ സ്വാലിഹീങ്ങളാകുന്ന, എന്റെ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. അപ്പൊ ധിക്കാരികളാകരുത്, പോക്കിരികളാകരുത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവരാകരുത്. മറിച്ച് യഥാർത്ഥ വിശ്വാസികളും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരുമാവുക. എങ്കിൽ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, കാലാകാലം ജീവിക്കാനുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള സ്വർഗം അല്ലാഹു തആല നമുക്ക് നൽകും എന്നാണ് അല്ലാഹു തആല. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അവസാന 2 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണവും വിശ്വസിക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷയും, അതേപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തവരും ചെയ്യാത്തവരും ഒരുപോലെയല്ല എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഫമാ യുകദ്ദിബുക എന്നിരിക്കെ പിന്നീട് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ്? ബഅദു ബിദ്ദീൻ, പ്രതിഫല നടപടിയെ കുറിച്ച്. പരലോകത്തെ പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നബിയെ നിന്നെ നിഷേധിച്ചു തള്ളാൻ എന്ത് ന്യായമാണുള്ളത്? അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇതൊക്കെ കൃത്യമായി നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തന്നു, എന്നിട്ടും നബിയെ പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കാൻ എന്ത് ന്യായമാണ് അവർക്ക് ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ, അലൈസല്ലാഹു അല്ലാഹു അല്ലയോ, ബിഅഹ്കം ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാകിമീൻ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവ് അല്ലാഹു അല്ലയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ ചോദിക്കുന്നത് മനുഷ്യന്റെ നിലയും നിലവാരവും മേൽ പറഞ്ഞ പ്രകാരമാണ്. വിശ്വാസികളും സൽക്കർമ്മങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വലിയ നിലയും വിലയുമുണ്ട്, നല്ല നിലവാരമുള്ള ആളുകളായിരിക്കും അവർ. എന്നാൽ വിശ്വാസവും സൽക്കർമ്മങ്ങളും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ വളരെ മോശക്കാരായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു തആല ചോദിക്കുകയാ എന്നിരിക്കെ അവനൊരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആ ആളുകളോട് പറഞ്ഞു, ഇതാ നല്ലവനായി ജീവിച്ചോ, നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ, കണ്ണുകൊണ്ട് ഹറാമുകൾ കാണാൻ പോകണ്ട, ചെവി കൊണ്ട് ഹറാമുകൾ കേൾക്കാൻ പോകണ്ട, ആരെയും ദ്രോഹിക്കരുത്, കൊല്ലരുത്, എല്ലാവരുടെയും അഭിമാനം പവിത്രമാണ്, അവരുടെ രക്തം പവിത്രമാണ്, ഒരാളെയും ആക്രമിക്കരുത്. എല്ലാത്തിനും ഇവിടെ എന്ത് തിന്മകൾ ചെയ്തുവോ അതിൻ്റെ ശിക്ഷ നാളെ പരലോകത്തുണ്ട്. നന്മകളാണ് ചെയ്തതെങ്കിൽ അതിന് നല്ല പ്രതിഫലവും അവിടെ ഉണ്ടാവും. അത് നേരിടേണ്ടി വരും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. അത് പറഞ്ഞപ്പോൾ അതിനെ അവർ കളവാക്കി. പരലോകത്തെ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല, നിഷേധിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കി ആക്ഷേപിച്ചു അവർ. അള്ളാഹു ചോദിക്കുന്നത്, എന്തുണ്ട് കൂട്ടരെ ഇതിനെ നിഷേധിക്കാൻ? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഉള്ളത്? അള്ളാഹുവിന്റെ ശക്തിയുടെ ധാരാളം തെളിവുകൾ വീക്ഷിച്ചതിന് ശേഷവും പ്രതിഫല നാളിനെ നിഷേധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ? എല്ലാം അള്ളാഹുവല്ലേ നിങ്ങൾക്ക് സൃഷ്ടിച്ച് സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തുടർന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്, എന്നാൽ ഇതെല്ലാം മനസ്സിലായിട്ടും അവരെ പരലോകത്തെ നിഷേധിക്കാൻ അവർക്ക് പ്രേരകമാകുന്നത് അവരുടെ മർക്കടമുഷ്ടിയും അവരുടെ ധിക്കാരവുമാണ്. എന്നാൽ അവസാന ആയത്തിൽ, 8ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ് അല്ലയോ എന്നാണ് പറയുന്നത്. സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല. ഇവിടെ കളവ് പറഞ്ഞും കൈക്കൂലി കൊടുത്തും
ഏറ്റവും വലിയ വിധികർത്താക്കളെയും അവരെ മാറ്റിമറിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിനെ എന്തെങ്കിലും സംതിങ് കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ കഴിയില്ല. അതേപോലെയുള്ള ഒരു വിധികർത്താവ് അല്ല അള്ളാഹു. എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ്. ഈ ഒരു കാര്യം അവർ ഓർത്തിരിക്കണം എന്ന ശക്തമായ താക്കീതോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മളൊക്കെ തയ്യാറാവുക. ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏത് സമയത്തും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അള്ളാഹു എല്ലാ സൗകര്യങ്ങളും എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളെ വളർത്തിക്കൊണ്ടുവന്നതും നമ്മളിപ്പോൾ ഈ നിലയിലെത്തിയതുമെല്ലാം അള്ളാഹുവിൻ്റെ മഹനീയമായ ഔദാര്യമാണ്. അള്ളാഹു ഔദാര്യമായി നമുക്ക് നൽകിയതാണ്. നമ്മോടുള്ള നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കുമെന്ന് വിചാരിച്ചു കൊണ്ടല്ല അള്ളാഹു തആല ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ അള്ളാഹുവിനൊന്നും കൊടുത്തിട്ടല്ല അള്ളാഹു ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് എന്ന കൃത്യമായ ബോധമുണ്ടാകണം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാവുക. കഴിവിൻ്റെ പരമാവധി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ കൂടുതലാക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. അള്ളാഹുവെ, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു സംശയവും ഇല്ലാത്ത വിധം വിശ്വസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. സ്വാലിഹുൽ അമാലുകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിച്ച് സ്വർഗം വുജൂബാക്കുന്ന, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ആ മഹനീയമായ പ്രതിഫലം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളുടെ സനാബിലിൻ്റെ പ്രിയപ്പെട്ട പിന്നണി പ്രവർത്തകന്മാർ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവെ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത മഹനീയമായ സ്വർഗം നീ വുജൂബാക്കണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.